നമസ്കാരം. നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ലോൺ കിട്ടും? അതിന് എപ്പോഴും ബാങ്കിൻ്റെ സൈഡിൽ നമ്മൾ ചിന്തിക്കണം. ബാങ്കുകളാണ് ലോൺ തരുന്നത്. നമ്മൾ വ്യക്തികളുടെ നിന്ന് ഒരു ലോൺ എടുക്കുന്ന കാര്യമല്ല പറയുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് ഒരു ലോൺ എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സിബിൽ സ്കോറാണ്. ഏറ്റവും കുറഞ്ഞ് ലോൺ കൊടുക്കുന്ന 650 തൊട്ടാണ്. റെപ്യൂട്ടഡ് സ്ഥാപനങ്ങൾ 650 തൊട്ട് സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. 650 താഴെയാണെങ്കിൽ വളരെ ടഫാണ്. പക്ഷേ എന്നാലും നമുക്ക് കിട്ടും. അതെങ്ങനെയാണ്? അതായത് സിബിൽ സ്കോർ എന്തുകൊണ്ട് കുറയുന്നു? ആ പ്രോസസ്സിനെ നമ്മൾ തിരിച്ച് ചിന്തിച്ചാൽ സിബിൽ സ്കോർ നമുക്ക് കൂട്ടിയെടുക്കാം. ഒരു 6 മാസം ഉണ്ടെങ്കിൽ സിബിൽ സ്കോർ കൂട്ടിയെടുക്കാം. അതിനെന്തെല്ലാം മെത്തേഡുണ്ട്? അതിനെപ്പറ്റി ചിന്തിക്കണം. അതുപോലെ തന്നെ നമുക്ക് അക്കൗണ്ടിലാണ് ശമ്പളം വരുന്നത്. 15,000 കൂടുതലുണ്ട്, അല്ലെങ്കിൽ 12,000 കൂടുതലുണ്ട്, നമുക്ക് ലോൺ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റും. അക്കൗണ്ടിലല്ല ശമ്പളം വരുന്നത്, പക്ഷേ ശമ്പളം എമൗണ്ട് കുറവാണ്, പക്ഷെ നമുക്ക് ലോൺ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരു സാലറി ഷീറ്റിൻ്റെ ആവശ്യമാണ് അവിടെ ഉള്ളത്. അപ്പം അതുപോലെ തന്നെ ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് ജീവിതത്തിലുണ്ട്. നമുക്ക് വീട് വയ്ക്കാനോ ലാൻഡ് എടുക്കാനോ ഉള്ളൊരു ലോൺ ക്ലോസ് ചെയ്യാനോ ഒക്കെ ആയിട്ട് ലോൺ വഴി തന്നെ ഈ ശ്രദ്ധാപൂർവ്വം നമ്മൾ സഞ്ചരിച്ച ചില മെത്തേഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ലോൺ സാങ്ഷനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ആദ്യം നമ്മൾ എല്ലാ സ്ഥാപനങ്ങളിലും, അതായത് ലോൺ കൊടുക്കുന്ന എല്ലാ ബാങ്കുകളിലേക്കും നമുക്ക് നാഷണലൈസ്ഡും പ്രൈവറ്റും ആയിട്ടുള്ള എല്ലാ ബാങ്കുകളിലേക്കും നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തിട്ട് അതിൽ ഏതാണ് നമുക്ക് സ്യൂട്ടബിൾ ആണെന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ലോൺ കൺസൾട്ടൻറ്റുകൾ ചെയ്യുന്നത്. അതിന് ഈസി ആയിട്ട് നമുക്ക് ലോൺ സാങ്ഷനാക്കി എടുക്കാൻ പറ്റും. പക്ഷേ നമ്മളിപ്പോൾ ഒരു ലോൺ മാനേജറോട് നമ്മൾ സംസാരിക്കുകയാണ്, എനിക്ക് EMI ഒക്കെ അടയ്ക്കാൻ ടഫാണ്. അപ്പോൾ അവർക്കൊരു പൊസിഷൻ ഉണ്ട്. അവരപ്പോൾ ഇത് ഡേഞ്ചറാണ് ഇവർക്ക് ലോൺ കൊടുത്താൽ. അപ്പോൾ അവരെങ്ങനെയും റിജക്റ്റ് ചെയ്യാൻ നോക്കും. നമുക്ക് മാസം അടവൊക്കെ പറ്റും. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞ് ബാങ്കിൻ്റെ സൈഡിൽ ചിന്തിക്കണം. അപ്പം നമ്മൾ ആവശ്യമില്ലാതെ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ അവർ റിജക്റ്റ് ചെയ്യാനായിട്ടാണ് ചിന്തിക്കുക. നമ്മൾ മാന്യമായിട്ട് സംസാരിക്കുക, എന്താണ് ബാങ്ക് ചിന്തിക്കുക, അതേപോലെ നമ്മൾ പെരുമാറും. നമുക്ക് അടയ്ക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. പക്ഷെ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കേണ്ടതുള്ളൂ. എന്താണോ ചോദ്യങ്ങൾ അതിന് ഉത്തരങ്ങൾ പറയും. എന്നിട്ട് എന്ത് സംവിധാനത്തിൽ തരാൻ പറ്റുമെന്നുള്ളത് ചോദിക്കുക. അപ്പോൾ ഈസിയായിട്ട് നമുക്ക് ലോൺ സാങ്ഷനാക്കി എടുക്കാം. ഈ ഒരു ശ്രദ്ധ വേണം. പിന്നെ ലോണിന് എപ്പോഴും പല ഘടകങ്ങളുണ്ട്. ലോൺ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അടച്ചു പോകുന്നത് മാത്രമല്ല, ആ ലോണിൽ ചെറിയൊരു പോർഷനെങ്കിലും എടുത്ത് നമുക്ക് വരുമാനം വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ആ വീട് പണിയോടൊപ്പം ചെയ്ത് വെക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കണം. വീടിനോട് ചേർന്ന് തന്നെ എന്തെങ്കിലും ഫാമോ അല്ലെങ്കിൽ എന്തെങ്കിലും വരുമാനം വരുന്ന കാര്യങ്ങളോ എന്തെങ്കിലും അതിൻ്റെ കൂടെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ആ EMI അതിൽ നിന്ന് തന്നെ അടഞ്ഞു പോകും. ഇങ്ങനൊരു ശ്രദ്ധയും കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് പാർട്ട് 1 ആയിട്ട് ശ്രദ്ധിച്ചിരിക്കും. വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അഡീഷണലായിട്ട് പറഞ്ഞു.